പച്ച കള്ളിയാണ് അവള്. ഇപ്പൊ എനിക്ക് അവളെ കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഒരിക്കലും എനിക്ക് അവളെ കണ്ടെത്താൻ പറ്റിയെന്ന് വരില്ല. കുഞ്ഞിച്ചി, ഇതാരെയായി നോക്കുന്നേ? അത് അല്ല, ഇതെന്താ ഇവിടെ വന്നിങ്ങനെ മാറി നിൽക്കുന്നേ? അല്ല, സത്യാമ്മ കാണാതെ നിൽക്കാലോ, അതാ ഇങ്ങോട്ട് മാറി നിൽക്കുന്നത്. അല്ല, അവിടെ എന്തേ ഹോമത്തിന്റെ കാര്യങ്ങളൊക്കെ? കുഞ്ഞിച്ചി, അത് ഓർത്തിട്ടാ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റാത്ത. പപ്പിയെ പ്രസവിച്ച അമ്മയാണ് അവിടെ നിന്നെല്ലാം ചെയ്യേണ്ടത്. പക്ഷെ കുഞ്ഞിച്ചിക്ക് അവിടേക്ക് വരാൻ പറ്റുന്നില്ലല്ലോ. ഞാൻ അവിടെ വന്ന് നിൽക്കാനോ പപ്പിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനോ സത്യാമ്മ സമ്മതിക്കില്ല ശ്യാമേ. ഇതിപ്പോ എന്നെ കാണുന്നത് പോലും വെറുപ്പാണെന്ന് പറയുന്നവരുടെ അടുത്ത് നിന്ന് എങ്ങനെയാ പൂജയിലും ഹോമത്തിലും ഒക്കെ പങ്കുകൊള്ളുന്നത്? കുഞ്ഞിച്ചി, അതൊന്നും ഇപ്പൊ കാര്യാക്കണ്ടെന്നേ ഞാൻ പറയൂ. നമുക്കിപ്പൊ പ്രധാനം നമ്മുടെ പപ്പിമോളുടെ ജീവനാ. അതിനു വേണ്ടിയാ നമ്മൾ ഈ ഹോമം തന്നെ നടത്തുന്നത്. അതിനാദ്യം വേണ്ടത് കുഞ്ഞിച്ചിയുടെ സാന്നിധ്യം തന്നെയാ. അത് കഴിഞ്ഞേ ഉള്ളൂ മറ്റുള്ളവരുടെ എല്ലാം സാന്നിധ്യം. ആ കുഞ്ഞിച്ചിക്ക് ഹോമത്തിൽ പങ്കെടുക്കാൻ പറ്റണമെന്ന് പറഞ്ഞ ആ ഹോമം കൊണ്ട് നമ്മുടെ പപ്പിക്ക് എന്ത് ഗുണമോ കുഞ്ഞിച്ചിയുള്ളേ? കുഞ്ഞിച്ചി ആരെയും നോക്കണ്ട. കുഞ്ഞിച്ചി പങ്കെടുത്താ പോകുമെന്ന് പറയുന്നവരൊക്കെ പോട്ടെ. കുഞ്ഞിച്ചി വന്നു നിന്ന് പപ്പിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ശ്യാമേ, നീ പറയുന്ന പോലൊന്നും അല്ല കാര്യങ്ങള്. അവിടെ സത്യാമ്മ പറയുന്നതേ നടക്കൂ. ശ്യാമേ, ഞാൻ വരില്ലെന്നല്ല പറയുന്നത്. മനസ്സുകൊണ്ട് ഞാൻ അവിടെ ഉണ്ട്. എന്റെ സാന്നിധ്യം നടയിലുണ്ട്. അത് പോരെ ശ്യാമേ. കുഞ്ഞിച്ചി, പറ്റില്ല. കുഞ്ഞിച്ചി വരാതെ ഞാനും പൂജയിൽ പങ്കെടുക്കുന്നില്ല. ഞാൻ എന്തിനാ അങ്ങനെ അവിടെ ഒരു പേരിന് മാത്രം നിൽക്കുന്നേ? ശ്യാമേ, നീ ഇങ്ങനെ വാശി പിടിക്കാതെ. നമ്മൾ രണ്ടുപേരും മാറി നിന്ന് ഈ പറയുന്നവർക്ക് ആർക്കും ഒരു നഷ്ടം സംഭവിക്കാൻ പോകുന്നില്ല. നഷ്ടങ്ങൾ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് മാത്രമാ. അതുകൊണ്ട് ചെന്ന് ഹോമത്തിൽ പങ്കെടുക്ക. ചെല്ല്. അല്ലെങ്കിൽ സത്യമ്മയോട് എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞാലോ? പപ്പിയുടെ ജീവിതം തിരിച്ചു പിടിക്കുന്നതിനേക്കാളും വലുതല്ലല്ലോ കുഞ്ഞിച്ചി നമ്മുടെയൊക്കെ ജീവിതം. അതിനി തകരുമെങ്കിൽ തകരട്ടെ. കുഞ്ഞിച്ചി, മറ്റൊരു വഴിയും കാണാത്തോണ്ട ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ലല്ലോ ഈശ്വര. നീ ഒന്ന് സമാധാനമായിട്ട് ചിന്തിക്ക് ശ്യാമേ. സത്യങ്ങൾ തുറന്നു പറയാൻ എല്ലാവർക്കും എളുപ്പമാ. അത് പറയാൻ നടക്കുന്നവരുടെ എണ്ണവും കൂടിക്കൂടി വരിക. എല്ലാവരും കൂടി എന്നെ ഭ്രാന്ത് പിടിപ്പിക്കും. ആ അവസ്ഥയില ഇപ്പൊ ഞാൻ. കുഞ്ഞിച്ചി ഇപ്പൊ എന്താ പറഞ്ഞേ? സത്യങ്ങൾ പറയാൻ നടക്കുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരികയാണെന്നോ? വേറെ ആരെങ്കിലും കുഞ്ഞിച്ചി ഇതും പറഞ്ഞ് ശല്യപ്പെടുത്തുന്നുണ്ടോ? നമുക്ക് മാത്രം അറിയുന്ന രഹസ്യം മറ്റാർക്കെങ്കിലും അറിയൂ കുഞ്ഞിച്ചി? കുഞ്ഞിച്ചി, അങ്ങനെയാണെങ്കിൽ ഞാൻ ടെൻഷൻ അടിച്ച് ചത്തുപോകും. ശ്യാമേ, ഒന്നുമില്ല. ഞാൻ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. ഇനിയിപ്പം ഹോമത്തിൽ പങ്കെടുക്കുന്ന കാര്യം നമുക്ക് എങ്ങനെയെങ്കിലും പരിഹരിക്കാം. നീ അങ്ങോട്ട് ചെല്ല. കുഞ്ഞിച്ചി, ഞാൻ പിന്നാലെ വന്നോളാം. ചെല്ല. അല്ല, കുഞ്ഞിന്റെ അമ്മ ചെയ്യുന്ന ചടങ്ങുണ്ടെന്നാ പറഞ്ഞ്. ആ സമയത്ത് എങ്ങനെയെങ്കിലും കുഞ്ഞിച്ചി അവിടെ വരണം. ശരി, നീ ചെല്ല. ചെയ്യുന്നേ കുഞ്ഞിച്ചി. പാവം ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. സമാധാനിപ്പിക്കാനായിട്ട് എനിക്കൊട്ട് കഴിയുന്നുമില്ലല്ലോ ഈശ്വര. 2 മിനിറ്റ് സമയം കൂടി ഞാൻ നിനക്ക് തരും. അതിനുള്ളിൽ നീ അവിടെ നിന്ന് പോയില്ലെങ്കിൽ തകർത്ത് കളയും നിന്റെയൊക്കെ ജീവിതം. എന്റെ ഫോണിലേക്ക് നിരന്തരം വിളിക്കുന്നൊരു കോള്. അതേത് ലൊക്കേഷനിൽ നിന്നാന്ന് അറിയണം. എന്തോ കൊനഷ്ടൊപ്പിക്കാനുള്ള പരിപാടിയാണല്ലോ. പിന്നെ മറ്റു ഡീറ്റെയിൽസ് എത്രയും പെട്ടെന്ന് ട്രാക്കർ സെറ്റ് ചെയ്യണം. ഇനി എന്റെ ഫോണിലേക്ക് വരുന്ന ഏത് കോളും നിങ്ങളുടെ നിയന്ത്രണത്തിലായിരിക്കണം. ഓക്കെ മാഡം. ആ കാറിലായിരിക്കും ട്രാക്കർ സെറ്റ് ചെയ്യുക. ഈ ക്ഷേത്ര പരിസരം മുഴുവൻ ഞങ്ങളുടെ നിയന്ത്രണത്തിലായിരിക്കും. മാഡത്തിന്റെ ഫോണിലേക്ക് വരുന്ന എല്ലാ കോളുകളും ഞങ്ങൾ വഴി മാത്രമേ മാഡത്തിന് കണക്ട് ആവുകയുള്ളൂ. ദാറ്റ്സ് ഗുഡ്. ശരി മാഡം. ഓ, അത് ശരി.
അപ്പൊ എന്നെ പൂട്ടാനുള്ള കളക്ടർ ബുദ്ധി തന്നെയാണ് ശാലിനി പുറത്തെടുത്തത്. മോളെ, നിനക്കുള്ള പണി ഞാൻ ദേ ഇപ്പൊ തരാം. അപ്പൊ നീ നേർക്ക് നേരെ നിന്ന് പടപൊരുതാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? അല്ലാതെ പറ്റില്ലല്ലോ. ഒരു ഓലപ്പാമ്പിനെ കണ്ട് പേടിച്ചു വിറച്ച് വീട്ടിനകത്തിരിക്കാൻ ഞാൻ സാധാരണ പെണ്ണല്ല. ഒരു ജില്ല ഭരിക്കുന്ന കളക്ടറാ. അതിന്റെ ഒരു മഹത്വം എനിക്ക് കാണിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. നീ കാണിക്കേ. ഞാനപ്പോ എന്റെ മഹത്വം സത്യഭാമയ്ക്ക് മുന്നിൽ കാണിക്കാം. എല്ലാം അറിയുമ്പോ നീ ഇപ്പൊ ഈ തെളിച്ചു പറയുന്ന ശാലിനി വിഷ്ണുലെ വിഷ്ണു തന്നെ നിന്നെ വെറുക്കും. നിന്റെ മക്കളെ അവനിൽ നിന്ന് അകറ്റിയതിന് നിന്റെ പണിക്കുറ്റം ചിലപ്പോ ഞാൻ അവനെ കൊണ്ട് തന്നെ തീർത്തുന്നും വരും. എന്തായാലും നീ എന്നെ പൂട്ടാനുള്ള താക്കോലും താഴും എടുത്ത സ്ഥിതിക്ക് നിന്നെ തല്ലാനുള്ളൊരു വലിയ വടി ഞാനും എടുക്കട്ടെ. ഇനി ഒന്നും ഞാൻ പിന്നത്തേക്ക് വെക്കുന്നില്ല ശാലിനി. ഇപ്പോൾ തന്നെ സത്യഭാമയ്ക്ക് മുന്നിൽ എല്ലാ സത്യങ്ങളും ഞാൻ പറയാൻ പോകുന്നു. ഇനി നീ അവർക്ക് മുന്നിൽ വരില്ല. അതിനുള്ള പണി ഞാൻ ഇപ്പൊ എടുത്തോളാം. എന്നെ ഫോൺ വിളിക്കുന്നവൾ ഇവിടെ എവിടെയോ ഉണ്ട്. അവളിപ്പോ എന്തായാലും സത്യാമ്മയെ കാണാനായി സത്യാമ്മ നിൽക്കുന്ന സ്ഥലത്തേക്ക് വരും. എത്രയും പെട്ടെന്ന് ചെന്ന് അവളെ കൈയോടെ പൊക്കാം. എന്താ മുഖം വല്ലാതിരിക്കണേ? എന്തോ പ്രശ്നമുണ്ടല്ലോ. ഇനി അമ്മ വല്ലതും പറഞ്ഞോ? ഏയ്, ഒന്നുമില്ല. ദേ, അങ്ങനെ പറഞ്ഞൊഴിയണ്ട. എനിക്കറിയാം തന്റെ ഈ മുഖം കണ്ട. വിഷ്ണുട്ടാ, ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? ശാലിനി, വന്ന് വന്ന് തനിക്കിപ്പോ എന്നെ കാണുന്ന പോലും ഇഷ്ടമില്ലാതായല്ലേ? എന്റെ ശബ്ദം കേൾക്കുന്ന പോലും വെറുപ്പായി തോന്നി തുടങ്ങിയിട്ടുണ്ടാവും. വിഷ്ണുട്ടാ, ഞാനിവിടെ ഒരു അർജന്റ് കാര്യമായിട്ട് ഓടി നടക്കുക. അതുകൊണ്ടാ. എന്നേക്കാൾ വലിയൊരു കാര്യം തനിക്ക് എന്താ ഉള്ളത്? ഇത് ഞാൻ പറഞ്ഞല്ല, താൻ തന്നെ എന്നോട് പറഞ്ഞ. വിഷ്ണുട്ടാ, സത്യാമ്മയ്ക്ക് ഞാൻ വന്നത് ഇഷ്ടപ്പെട്ടിട്ടില്ല. നമ്മൾ തമ്മിൽ സംസാരിക്കാൻ പോയപ്പോ മുതൽ എന്തെല്ലാം കുറ്റപ്പെടുത്തലായിരുന്നു. പപ്പിമോളുടെ ഈ ഹോമം അത് നല്ല രീതിയിൽ നടക്കണം. എനിക്കതിൽ പങ്കെടുക്കുകയും വേണം. അതിനു വേണ്ടിയാ ഞാൻ എല്ലാവരെയും ഒന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുന്നത്. സത്യം ഇനി വീണ്ടും ഒന്ന് കാണുന്നതിന് മുമ്പ് വിഷ്ണുട്ടൻ പോ. ഈ തിരക്കുകളൊക്കെ ഒന്ന് കഴിയട്ടെ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. അപ്പോഴും തൻ്റെ സൗകര്യത്തിന് ആയിക്കോട്ടെ, ഞാൻ സമ്മതിച്ചു. വിഷ്ണുട്ടാ, ഇനി ഇതിങ്ങനെ പറയാതെ മനസ്സിൽ വെച്ചോണ്ട് പോയിട്ട് കാര്യമില്ല. ശാലിനി അവൾ അവളുടെ അധികാരം കാണിക്കുക. ഇനി ഒട്ടും വൈകിക്കേണ്ട കാര്യമില്ല. സത്യങ്ങളൊക്കെ സത്യാമ്മ അറിയട്ടെ. അതിന്റെ ഫലം എന്താണെന്ന് അവൾ അറിയുകയും ചെയ്യട്ടെ.
അവരെ അവിടെ നിന്ന് ഒറ്റയ്ക്ക് ഇറക്കി കിട്ടാൻ എന്താ ഒരു മാർഗം? അവരാണെങ്കിൽ ഇങ്ങോട്ടൊന്നും നോക്കുന്നു പോലുമില്ല. ഭക്തിയാണല്ലോ, കടുത്ത ഭക്തി. ഒരു സ്പാം കോൾ ചെയ്യാം. 2 വട്ടം റിങ് അടിച്ച 3-ാം വട്ടം അവർ ചാടി പുറത്തിറങ്ങും. അപ്പൊ കാര്യങ്ങൾ വിശദമായിട്ട് ചെന്ന് സംസാരിക്കാം. ശാലിനി, നിന്റെ ജീവിതം കട്ടപ്പുകയടി. നീ കട്ടപ്പുക. ഞാൻ എല്ലാ സത്യങ്ങളും വെളിപ്പെടുത്താൻ പോവാ. ഇത് തന്നെ അവസരം. എന്നെ കാണുമ്പോൾ ചിലപ്പോൾ ചാടിക്കടിക്കാൻ വരും. എന്നാലും മയത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. ശ്യാമയും ശാലിനിയും കൂടെ ഒരു കുടുംബത്തെ മുഴുവൻ വഞ്ചിച്ചു എന്നും കബളിപ്പിച്ചു എന്നും കേൾക്കുമ്പോൾ സത്യാമ്മ ഒരുപക്ഷെ വയലന്റ് ആയേക്കാം. എന്തായാലും ഒരു വലിയ ബഹളം പ്രതീക്ഷിക്കാം. ഈ നടക്കുന്ന ഹോമവും കലങ്ങും. ഹലോ ഹലോ. ഓക്കെ, ഇനി കാര്യങ്ങൾ അവതരിപ്പിക്കാം. എൻ്റെ ഭഗവാനെ, പുലിമടയിലേക്കാ പുഷ്പാഞ്ജലിയും കൊണ്ട് പോകാൻ പോകുന്നത്. കാത്തോണേ. ഇതിപ്പോ ആരാ വിളിച്ചത്? ഏതാ നമ്പർ? ഹാ, ഇവന് വരാൻ കണ്ട നേരം. ഇവന് എന്ത് കാര്യം വന്ന് പറയുന്നത്? ചൈനയിലെ പുതിയ വൈറസിന്റെ കാര്യോ? ഇവനെ കൊണ്ട് ഇവന് തന്നെ ഒരു ഗുണമില്ല. മറ്റുള്ളവരുടെ കാര്യം പിന്നെ പറയുകയും വേണ്ട. ഇതേതോ മഹാഭാരത കഥ പറയാന്നാ തോന്നുന്നത്. ഇത് തീർന്നിട്ട് കാര്യങ്ങൾ പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അത് പൂജ നടക്കുന്നുണ്ട്, നമുക്കങ്ങോട്ട് പോകണ്ടേ? ആ ശരി, വാ. ആ കിഴങ്ങ രോഹിത്തിനെ കൊണ്ട് അത്രയും സാധിച്ചു. ഇന്നാ ഭസ്മകുണ്ടത്തിൽ ശാലിനിയും കൂടെ ഭസ്മമാക്കിയിട്ടേ ഈ സുസ്മിത മടങ്ങും. കയ്യിൽ തന്നിരിക്കുന്ന അരി ഞാൻ പറയുമ്പോൾ ഹോമകുണ്ടത്തിലേക്ക് ഇടുക. അതിനു മുമ്പ് ഈ ഹോമത്തെക്കുറിച്ച് ഒരു ധാരണ എല്ലാവർക്കും ഉണ്ടായിരിക്കണം. അതിപ്രകാരമാണ്. ആയുഷ് ദേവനെ പ്രീതിപ്പെടുത്തുന്നതിനു വേണ്ടിയാണ് ഈ ഹോമം നടത്തുന്നത്. പൊതുവെ ഇത് ദീർഘായുസ്സിനും ആരോഗ്യത്തിനും വേണ്ടിയുള്ള ഹോമം ആയതിനാൽ ആർക്കു വേണ്ടിയാണോ ഇത് ചെയ്യുന്നത് അവരുടെ ദീർഘായുസ്സിനും ആരോഗ്യത്തിനും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കണം കയ്യിൽ തന്നിരിക്കുന്ന അരിയും പൂവും ഹോമകുണ്ടത്തിൽ സമർപ്പിക്കേണ്ടത്. മനസ്സുരുകി പ്രാർത്ഥിച്ചോളൂ. ഓം നമഃശിവായ എന്ന് പറഞ്ഞുകൊണ്ട് കയ്യിൽ തന്നിരിക്കുന്നത് നന്നായി പ്രാർത്ഥിച്ചുകൊണ്ട് ഹോമകുണ്ടത്തിൽ സമർപ്പിക്കുക. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. മോളെ പ്രാർത്ഥിക്കും, പ്രാർത്ഥിക്കേ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഹോമകുണ്ടത്തിലേക്ക് ഇട്ടോളൂ. അങ്ങോട്ട് ഇടും മോളെ. പതുക്കെ സൂക്ഷിച്ച്. അതിലേക്ക് ഇട്ടാ മതി പപ്പി.
ശ്യാമേ ഉം. ഇനിയാണ് ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് നടക്കേണ്ടത്. കുഞ്ഞിൻ്റെ കാര്യമായതിനാൽ ഭഗവാനോട് കരളുരുകി പ്രാർത്ഥിക്കാൻ മാതൃഹൃദയത്തിനെ സാധിക്കൂ. പ്രസവവേദന അനുഭവിച്ച ഒരു സ്ത്രീക്ക് മാത്രമേ സ്വന്തം മക്കൾക്കായി കേണപേക്ഷിക്കാൻ കഴിയൂ. അതുപോലെ മറ്റാർക്കും കഴിയില്ല. അതുകൊണ്ട് ഇനിയുള്ള പ്രാർത്ഥനകൾ നടത്തേണ്ടത് കുഞ്ഞിനെ പ്രസവിച്ച് പാലൂട്ടി വളർത്തിയ സ്വന്തം അമ്മ തന്നെയാണ്. ശ്യാമേ ശ്യാമേ മുന്നോട്ട് കയറി നിൽക്ക്. നീ ആരെയാ ഈ നോക്കുന്നേ? അങ്ങോട്ട് കയറി നിൽക്ക് മോളെ. തിരുമേനി, ഇതാ മോളുടെ അമ്മ. ഞാൻ അങ്ങനെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഈ ചടങ്ങ് അമ്മയുമായിട്ട് അത്ര ബന്ധം പുലർത്തുന്ന ചടങ്ങാണ്. അമ്മയുടെ കണ്ണീരിന് മുന്നിൽ സാക്ഷാൽ കാലഭഗവാൻ വരെ തോറ്റുപോയ ചരിത്രവുമുണ്ട്. ഒരു നവജാത ശിശു സ്വന്തം അമ്മയെ തിരിച്ചറിയുന്നത് ശരീരത്തിന്റെ ഗന്ധം കൊണ്ടാ. ആ ഗന്ധമാണ് ആ കുഞ്ഞിന്റെ ഊർജം. ആ ബന്ധത്തിന്റെ ആഴവും ദൃഢതയും പോറ്റമ്മമാർക്കോ വളർത്തമ്മമാർക്കോ ഉണ്ടാവില്ല. അതാണ് മാതൃബന്ധം. ആ ഒരു ബന്ധത്തിന് മാത്രമേ ആയുസ്സിനെ തിരിച്ചു പിടിക്കാനുള്ള ശക്തി ഉണ്ടാവൂ. ഇവിടെ പത്മിനിയുടെ ആയുസ് തിരിച്ചു പിടിക്കാൻ സ്വന്തം അമ്മയുടെ കണ്ണീരിനെ സാധിക്കൂ. ഈശ്വര, ഞാൻ കാണിക്കുന്നത്, ഞാൻ ചെയ്യാൻ പോകുന്നത് കൊടും പാപമായി മാറുമോ? എന്റെ പപ്പിമോൾക്ക് ഞാനൊരു ദോഷമായി മാറുമോ? ഈ ഹോമം കൊണ്ട് എന്റെ മോക്ക് ഗുണമില്ലാതാകോ? ഞാൻ കാരണം എന്റെ കുട്ടിക്ക് എന്തെങ്കിലും ആപത്തുണ്ടാകോ? കുഞ്ഞേച്ചി, കുഞ്ഞേച്ചി ഇതെവിടെയാ? ഞാൻ ഇവിടെ നിന്ന് ദഹിക്കുക. എനിക്ക് ഈ വാക്കുകൾ താങ്ങാൻ പറ്റുന്നില്ല. ഭഗവാനെ, എന്നെ ധർമ്മസങ്കടത്തിലാക്കല്ലേ. ഈ ചരട് കുട്ടിയുടെ അമ്മയുടെ കയ്യിൽ കെട്ടിയിട്ട് വേണം കുട്ടിയുടെ ആയുസ്സിനു വേണ്ടി അമ്മ പ്രാർത്ഥിക്കാൻ. ആര് കെട്ടും? ശാലിനി ഈ പ്രദേശത്തേക്ക് സത്യാമ്മ അടുപ്പിക്കില്ല, ഞാനും അടുപ്പിക്കില്ല. പിന്നെ ശ്യാമ കെട്ടേണ്ടി വരും. കൊച്ചിൻ്റെ അമ്മ ശ്യാമയല്ലാത്തതുകൊണ്ട് ആ കെട്ട് കെട്ടിയിട്ടും കാര്യമൊന്നുമില്ല. ഇനി അമ്മയാണെന്ന് പറഞ്ഞ് ശ്യാമ ആ ചരട് കെട്ടിയാൽ തന്നെ ആ പാപവും കൂടി ആ കുഞ്ഞിൻ്റെ തലയിൽ വീഴും. ചുരുക്കത്തിൽ ഈ ഹോമം കൊണ്ട് ആയുസ് നീട്ടാനല്ല, ആയുസ് കുറയ്ക്കാനാണ് ഇവരെല്ലാവരും ശ്രമിക്കുന്നത്. എന്തായാലും ശ്യാമ കെട്ടോ ഇല്ലയോ എന്ന് കാണാമല്ലോ. കെട്ടാതെ മാർഗവും ഇല്ല. അമ്മയായി ഇവർക്ക് മുന്നിൽ പ്രതിഷ്ഠിക്കപ്പെട്ടത് ശ്യാമയാണല്ലോ. അപ്പോൾ അമ്മ കെട്ടുക തന്നെ വേണം. ഭഗവാനെ, പരീക്ഷിക്കല്ലേ. എന്റെ കുഞ്ഞേച്ചിക്ക് വേണ്ടി ഈ പാപം കൂടി എന്നെ കൊണ്ട് ചെയ്യിക്കരുത്. വാങ്ങിച്ചോളൂ, എന്നിട്ട് വലത് കയ്യിൽ കെട്ടിക്കോളൂ. ശിവഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വേണം ഇത് കെട്ടാൻ. ശ്യാമ, ഇത് വാങ്ങിച്ചേ. എടി, നീ എന്താ ആലോചിച്ച് നിൽക്കുന്നേ? വാങ്ങിക്കേ. വാങ്ങ. ദാ
എന്താ ശ്യാമ, എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? എന്താ ശ്യാമ പ്രശ്നം? അല്ല, ഇത് കുറച്ചു നേരം നിന്നുകൊണ്ടാവും. കുറച്ച് വെള്ളം കുടിക്കണം. രോഹിത്, സത്യമേ, ഞാൻ കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാം. ഞാൻ വരാം. അല്ല രോഹിത്, രോഹിത് ഇവിടെ നിന്നാ മതി. പൂജ നടക്കുമല്ലേ, ഞാൻ പോയിട്ട് വരാം. സത്യമേ. ബുദ്ധിമതിയായ ശാരദാമ്മയുടെ മോള. അവളുടെ ഈ പോക്കിൽ എന്തോ ഒരു പന്തികേടുണ്ട്. അതെന്താണെന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം.